മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. മനു തന്റെ കാറ് ബാലചന്ദ്രന്റെ വീടിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഓടിച്ചിരുന്നത്. കാറിന്റെ വിൻഡോയിലൂടെ പുറത്തു നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയെല്ലാം തന്നെ വല്ലാത്തൊരു ഭംഗി തോന്നി. കാരണം അവന്റെ മനസ്സ് അത്രയും ശാന്തവും സുന്ദരവുമായിരുന്നു. അലീന, ആ പേര് മനസ്സിൽ വരുമ്പോൾ തന്നെ മനുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ബാലചന്ദ്രൻ അങ്കിൾ അലീനയെ ഔദ്യോഗികമായി മകളായി ദത്തെടുത്ത ആ നിമിഷം മുതൽ അവന്റെ ഉള്ളിലെ വലിയൊരു ഭാരമാണ് ഒഴിഞ്ഞുപോവൾ. ഇത്രയും നാളും അവൾ ഒരു അനാഥയായിരുന്നു എന്നതായിരുന്നു പലരുടെയും കണ്ണിലെ കുറവ്. എന്നാൽ ഇന്ന് അവൾ ബാലചന്ദ്രന്റെ മകളാണ്. തന്റെ പ്രണയം വീട്ടിൽ അവതരിപ്പിക്കാൻ ഇതിലും നല്ലൊരു അവസരമില്ലെന്ന് മനുവിന് ഉറപ്പായിരുന്നു. ഇനി ഒട്ടും വൈകിച്ചൂടാ. മനു സ്വയം പറഞ്ഞു, അലീനെ എനിക്ക് സ്വന്തമാക്കണം. അതിന് ബാലചന്ദ്രൻ അങ്കിളുടെ സമ്മതം ആദ്യം വാങ്ങിക്കണം. അങ്കിളിന് നിന്നെ ജീവനാണ്. ഞാൻ ഈ ആഗ്രഹം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അങ്കിൾ തന്നെയായിരിക്കും. എന്നാൽ ചിന്തകൾ കാടുകയറിയപ്പോൾ ചെറിയൊരു ആശങ്കയും മനുവിനെ അലട്ടി. അമ്മ, തന്റെ അമ്മ കമലവും പിന്നെ അലീനയുടെ ഇപ്പോഴത്തെ അമ്മയായ വൈജയന്തി ഇവർ രണ്ടുപേരും ഈ ബന്ധത്തെ എങ്ങനെ സ്വീകരിക്കും? വൈജയന്തി ആന്റിക്ക് അലീനയോടുള്ള പക ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ബാലചന്ദ്രൻ അങ്കിൾ അവളെ മകളായി സ്വീകരിച്ചത് ആന്റിക്ക് ഒട്ടും ദഹിച്ചിട്ടില്ല. അപ്പൊ പിന്നെ തന്റെ മരുമകളായി അലീന വരുന്നത് ആന്റിക്ക് സഹിക്കുവോ? സാരമില്ല, ആരൊക്കെ എതിർത്താലും ബാലചന്ദ്രൻ അങ്കിൾ എന്റെ കൂടെ ഉണ്ടാവും. മനു മനസ്സിനെ ധൈര്യപ്പെടുത്തി. കാറ് ഗേറ്റ് കടന്ന് മുറ്റത്ത് നിന്നു. കാറ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടാണ് അലീന വാതിൽ തുറന്നത്. മുന്നിൽ മനുവിനെ കണ്ടതും അവളുടെ മുഖം പ്രകാശിച്ചു. ആ, ഇതാരും മനുവേട്ടനാണോ? എന്താ പതിവില്ലാത്തൊരു വരവ്? അലീന ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മനു അവളെ അടിമുടിയൊന്ന് നോക്കി. അവളുടെ മുഖത്ത് ആ പഴയ സങ്കടത്തിന്റെ കാർമേഘങ്ങളൊന്നുമില്ല. ബാലചന്ദ്രൻ അങ്കിളിന്റെ സ്നേഹത്തണലിൽ അവൾ സന്തോഷവതിയായിരിക്കും. ഞാൻ ബാലചന്ദ്രൻ അങ്കിളിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ, പിന്നെ നിന്നെയും. മനു കള്ളച്ചിരിയോടെ പറഞ്ഞു. എന്തൊക്കെയാടി വിശേഷം? നീ ഇപ്പൊ ഈ വീടിന്റെ ഐശ്വര്യം അങ്ങ് മാറിയല്ലേ? സന്തോഷമായിരിക്കുന്നോ? അലീനയുടെ മുഖത്ത് ചിരി മാഞ്ഞില്ല എങ്കിലും കണ്ണിൽ ചെറിയൊരു നനവ് സന്തോഷാണ് മനുവേട്ട, ഒരുപാട് സന്തോഷം. ഒരച്ഛന്റെ സ്നേഹം എന്താണെന്ന് ഞാൻ ഇപ്പോ അറിഞ്ഞു കഴിഞ്ഞതെന്ന്. അങ്കിൾ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യുന്നതെന്നറിയാമോ? ഇന്നലെ എനിക്കൊരു പുതിയ ഫോണ് വാങ്ങിച്ചു തന്നു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതാ, പക്ഷേ അദ്ദേഹം അത് കേട്ടു. സ്വന്തം മകൾക്ക് ഒരച്ഛൻ എങ്ങനെയാണോ വാങ്ങി നൽകുക, അതുപോലെ തന്നെയായിരുന്നു അത്. അവൾ പറഞ്ഞു നിർത്തിയിട്ട് അകത്തേക്ക് നോക്കി ശബ്ദം താഴ്ത്തി പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ മറ്റ് അവസ്ഥകൾക്കൊന്നും ഒട്ടും മാറ്റമില്ല മനുവേട്ട. വൈജയന്തി ആന്റിക്ക് എന്നോടുള്ള ദേഷ്യം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. മനു അവളെ ആശ്വസിപ്പിച്ചു. നീ അതൊന്നും കാര്യമാക്കണ്ടാലീനെ. ബാലചന്ദ്രൻ അങ്കിളിന് നിന്നെ ജീവനാരും. നിന്നെ സ്നേഹിക്കാൻ ഇവിടെ വേറെയും ആളുകളില്ലേ? കൃഷ്ണമോളും മുത്തശ്ശിയും ഒക്കെ ഇല്ലേ? പിന്നെ ഞാനും. അവസാനത്തെ ആ വാക്ക് പറയുമ്പോൾ മനുവിന്റെ ശബ്ദമിടറി. ശരി, അങ്കിൾ എവിടെ? മനു വിഷയം മാറ്റി. അങ്കിൾ മുറിയിലുണ്ട്, ഭക്ഷണം കഴിച്ച് കിടക്കാൻ പോയതേ ഉള്ളൂ. മനുവേട്ടൻ ചെല്ലേ, അലീന വഴിമാറിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു. ബാലചന്ദ്രന്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മനുവിന്റെ ഹൃദയമിടിപ്പ് അല്പം കൂടി. അദ്ദേഹം കിടക്കയിൽ വിശ്രമിക്കുകയായിരുന്നു. മനുവിനെ കണ്ടതും അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ആ മനു, വാടാ, ഇരിക്ക്. എന്താ ഈ സമയത്ത്? വിശേഷിച്ചെന്തെങ്കിലും? ബാലചന്ദ്രൻ സ്നേഹത്തോടെ ചോദിച്ചു. മനു അല്പനേരം മൗനമായിരുന്നു. എവിടെ തുടങ്ങണമെന്നറിയാത്തൊരു വെപ്രാളം. എന്താടാ, നിന്റെ മുഖത്ത് എന്തോ ഒരു പരിങ്ങൽ, എന്താ കാര്യം? ബാലചന്ദ്രൻ വീണ്ടും ചോദിച്ചു. അങ്കിൾ, അത് പിന്നെ എനിക്ക് അങ്കിളിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. പക്ഷേ അതെങ്ങനെ പറയുമെന്ന് മനു വാക്കുകൾക്കായി പതറി. സ്വന്തം വിവാഹാലോചനയുമായി പെണ്ണിന്റെ അച്ഛനെ കാണാൻ വരുന്ന ഒരാളുടെ ജാള്യത എനിക്കുണ്ടെന്ന് കൂട്ടിക്കോളൂ. ബാലചന്ദ്രൻ അത് കേട്ടപ്പോഴൊന്ന് ഞെട്ടി. പിന്നെ ആ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. വിവാഹാലോചനയോ? ആരുടെ? നിന്റെയാണോ? അതെ അങ്കിൾ, എനിക്ക് അങ്കിളിന്റെ മകളെ അലീനെ വിവാഹം കഴിച്ചു തരുമോ? മനു ഒറ്റ ശ്വാസത്തിൽ അങ്ങ് ചോദിച്ചു തീർന്നു. അത് കേട്ടതോടെ ബാലചന്ദ്രന്റെ കണ്ണുകൾ വിതറി. അതിൽ അത്ഭുതത്തെക്കാൾ ഉപരി സന്തോഷമായിരുന്നു നിറഞ്ഞു നിന്നത്. അദ്ദേഹം മനുവിന്റെ കൈകളിൽ പിടിച്ചു. എടാ, എനിക്കറിയാമായിരുന്നു നിന്റെ മനസ്സിൽ അവളാണെന്ന്. എനിക്കെന്നേ അറിയാമായിരുന്നു നിന്റെ മനസ്സിൽ അവൾ ഇടം കൂടിയിട്ടുണ്ടെന്ന്. നീ ആയിട്ട് തന്നെ ഇത് വന്ന് ചോദിക്കുമെന്ന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഉണ്ടടോ, എന്റെ മകളെ ഏൽപ്പിക്കാൻ നിന്നേക്കാൾ യോഗ്യനായ വേറെ ആരുണ്ടടോ ഇവിടെ? ബാലചന്ദ്രന്റെ വാക്കുകൾ മനുവിന് നൽകിയ ആശ്വാസം ചെറുതൊന്നുമല്ല. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ അവളുടെ സൗന്ദര്യമോ നിറമോ ഒന്നും കണ്ടിട്ടില്ല. അവളുടെ മനസ്സിലെ നന്മ കണ്ടിട്ട് മാത്രമാണ് ഞാൻ അവളെ സ്നേഹിച്ചത്. അവൾ ഈ വീട്ടിൽ അനുഭവിച്ച ത്യാഗങ്ങളും സഹനങ്ങളുമാണ് അവളെ എനിക്ക് പ്രിയപ്പെട്ടതാക്കിയത്. അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ എനിക്ക് കഴിയുമെന്ന് ഉറപ്പുണ്ട്. മനു വികാരധീരനായി പറഞ്ഞു. എനിക്ക് സമ്മതമാണ് മനു, പൂർണ്ണ സമ്മതം. പക്ഷേ ബാലചന്ദ്രന്റെ മുഖം അങ്ങ് മങ്ങി. വൈജയന്തി, അവൾ ഇത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ നിന്റെ അമ്മ കമലയും. അവരെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ കുറച്ച് പാടുപെടേണ്ടി വരും. അതൊന്നും സാരമില്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചു നിന്നാ മതി, എല്ലാം നടക്കും. അത് പക്ഷേ പെട്ടെന്ന് പോയി അവരോടിതെല്ലാം പറയണ്ട, സാവധാനം മതി, മനു നിർദ്ദേശിച്ചു.
ശരിയാണ്, നമുക്ക് നോക്കാം. എന്തായാലും അലീനയുടെ സമ്മതം കൂടി അറിയണ്ടേ? അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. എന്നാലും ബാലചന്ദ്രൻ അങ്ങ് ചിരിച്ചു. ആ സമയത്താണ് കയ്യിൽ ചായയുമായി അലീന മുറിയിലേക്ക് വന്നത്. ആഹാ, മകള് വന്നല്ലോ, ബാലചന്ദ്രൻ പറഞ്ഞു. മോളെ, നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നിനക്കൊരു വിവാഹാലോചന വന്നിട്ട്. അലീന ചായ ടീപ്പോയിൽ വെച്ചുകൊണ്ട് തന്നെ അവിശ്വസനീയതയോടെ അച്ഛനെ നോക്കി. മനു ജാള്യതയോടെ മുഖം താഴ്ത്തിയിരുന്നു. വിവാഹാലോചനയോ? എനിക്കോ? അലീന ചോദിച്ചു. ആരാണച്ചാ ആ ഹതഭാഗ്യൻ? ഹതഭാഗ്യനോ? അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? ബാലചന്ദ്രൻ ചിറിയടക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നല്ലാതെ, എന്നെ പോലെ ദുഃഖങ്ങൾ മാത്രം കൂടപ്പിറപ്പായ ഒരാളെ കല്യാണം കഴിക്കുന്നവനെ ഹതഭാഗ്യൻ അല്ലാതെ പിന്നെന്താ വിളിക്കുക? പിന്നെ സ്വരം എന്റെ കണ്ണീരൊപ്പല്ലേ അയാൾക്കും കിട്ടുക? അലീനയുടെ സ്വരം ഇടറി. അല്ല മോളെ, അവൻ മഹാഭാഗ്യവാനാണ്. നിന്നെ പോലൊരു സ്വർണ്ണപ്പൊട്ടിനെ കിട്ടുന്നവനല്ലേ യഥാർത്ഥ മഹാഭാഗ്യവാൻ. അവൻ നിന്നെ പൊന്നുപോലെ നോക്കും, ബാലചന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു. അവൻ ആരാ അച്ചാത്? അവൾ വീണ്ടും ആകാംക്ഷയോട് ചോദിച്ചാൻ. ബാലചന്ദ്രൻ ഉടനെ തന്നെ മനുവിനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. ദാ ഈ ഇരിക്കുന്ന കള്ളനാണ്. എന്നാൽ അത് കേട്ടതോടുകൂടെ തന്നെ അലീന ആകെ ഷോക്കേറ്റതുപോലെ നിന്നു. അവൾ മനുവിനെ നോക്കി. മനു അവളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. മനുവേട്ടൻ എന്തിനാ വെറുതെ? അവൾക്ക് വാക്കുകളൊന്നും പറയാൻ കിട്ടിയില്ല. മനുവേട്ട, ഞാൻ വെറും ഒരു അനാഥയാണ്. പണമില്ല, വിദ്യാഭ്യാസമില്ല. മനുവേട്ടന് എത്ര നല്ല ആലോചനകളൊക്കെ വരും. നല്ല പണവും തറവാടിത്തമുള്ള പെൺകുട്ടികളെ മനുവേട്ടന് വേറെ കിട്ടില്ലേ? പിന്നെന്തിനാ ഈ പാവം പിടിച്ച എന്നെ? മനു അപ്പോഴേക്കും എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് ചെന്നു. അലീന, പണവും പ്രതാപവും ഉള്ളവരെയൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലും നന്മ കൈവിടാത്ത നിന്റെ ആ മനസ്സ്, അതാണ് എനിക്ക് വലുത്. നിനക്ക് സമ്മതമാണെങ്കിൽ. അലീനയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു. എനിക്ക് മനുവേട്ടനെ ഇഷ്ടമാണ്. പക്ഷേ അതൊക്കെ നടക്കുവോ? മനുവേട്ടന്റെ അമ്മയും വൈജയന്തി ആന്റിയും ഇതിന് സമ്മതിക്കുവോ? വെറുതെ എന്തിനാ മനുവേട്ട വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതൊന്നും നീ ഓർത്ത് വിഷമിക്കണ്ട. ആരെ എതിർത്താലും ഞാൻ നിന്നെ വിവാഹം കഴിക്കും. ഇതെന്റെ വാക്കാണ്. മനുവിന്റെ ശബ്ദത്തിൽ ദൃഢതയുണ്ടായിരുന്നു. ബാലചന്ദ്രൻ അവരുടെ അടുത്തേക്ക് വന്ന് രണ്ടുപേരുടെയും തലയിൽ കൈവച്ചു. എന്റെ മോളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഇതിലും വലിയൊരു വഴിയില്ല. അച്ഛൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. സംസാരം കഴിഞ്ഞ് സന്തോഷത്തോടെ മനു പുറത്തിറങ്ങി. അലീനയും ബാലചന്ദ്രനും അവനെ യാത്രയേക്കാൻ വാതിൽക്കൽ വരെ ചെന്നു. മുറ്റത്ത് വെച്ച് വൈജയന്തിയെ കണ്ടു. വൈജയന്തി അവനെ സംശയത്തോടെ നോക്കി. എന്താ മനു ഇവിടെ? എപ്പോ വന്നു? വൈജയന്തിയുടെ ചോദ്യത്തിൽ ഒട്ടും തന്നെ സ്നേഹമുണ്ടായിരുന്നില്ല. ഞാൻ വന്നിട്ട് കുറെ നേരമായി ആന്റി. അങ്കിളിനെ ഒന്ന് കാണാൻ വന്നതാ. മനു ചിരിച്ചുകൊണ്ട് മറുപടി നൽകണ്ട. എന്താ വിശേഷിച്ച്? നിന്റെ അങ്കിളിപ്പോ എന്നോടൊന്നും മിണ്ടാറില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ നടക്കുന്നതൊന്നും ഞാൻ അറിയാറില്ല. വൈജയന്തി കുത്തുവാക്ക് പോലെ പറഞ്ഞു. അതൊക്കെ അങ്കിൾ തന്നെ ആന്റിയോട് പറയും. ഒരു നല്ല കാര്യം പറയാനുണ്ട്. സമയമാകുമ്പോൾ അങ്കിൾ പറയും. മനു ഒരു സസ്പെൻസ് ഇട്ടുകൊണ്ട് തന്നെ അവിടെ നിന്നും പോയി. വൈജയന്തിക്ക് ആകെ അസ്വസ്ഥത തോന്നി. എന്തായിരിക്കും കാര്യം? ഇവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അലീനയും ഇവനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടാവോ? ഏയ്, അതൊന്നും സമ്മതിക്കില്ല. വൈജയന്തി മനസ്സിലങ്ങനെ കണക്കുകൂട്ടലുകൾ നടത്തി. അകത്തേക്ക് പോയ അലീനയോടും വൈജയന്തി തട്ടിക്കയറി. എടി, അവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എനിക്കറിയില്ല. അത് അച്ഛനോട് ചോദിക്കേണ്ടി വരും. അങ്ങനെയും പറഞ്ഞ് അലീന നേരെ അടുക്കളയിലേക്ക് സംസാരം. വൈജയന്തിയുടെ സംശയം വീണ്ടും ഇരട്ടി. കുറച്ചു സമയത്തിന് ശേഷം അലീനയുടെ ഫോൺ ശബ്ദിച്ചു. നോക്കുമ്പോൾ രേവതിക്കുട്ടിയായിരുന്നു വിളിച്ചിരുന്നത്. എടി, നീ ഇത് എവിടെയാ? ഞാൻ ഇത് എത്ര നേരമായി വിളിക്കുന്നു. ചേച്ചി ഇത് എവിടെയാണ്? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. ചേച്ചി എന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസം? രേവതിക്കുട്ടി പരിഭവത്തോട് ചോദിക്കണേ. ജോലി തിരക്കില്ലായിരുന്നു മോളെ. എന്താ കാര്യം? അലീന ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ ചേച്ചി. അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? രേവതിക്കുട്ടി ചോദിച്ചു. അലീനക്കാണെങ്കിൽ ആ കാര്യം ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. ഉണ്ടടി, വലിയൊരു വിശേഷമുണ്ട്. ഇന്ന് മനുവേട്ടൻ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് മനുവേട്ടൻ അച്ഛനോട് എന്റെ കാര്യം പറഞ്ഞു. എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. എന്നാൽ മറുതലക്കിൽ രേവതിക്കുട്ടിയുടെ ആഹ്ലാദം കേട്ടു. ഇത് കേൾക്കുന്ന സമയത്തിന്റെ ഫോണ് അലീന ഇത് പറയുന്ന സമയത്തിന്റെ ഫോണിന്റെ മറുതലക്കിൽ നിന്ന് രേവതിക്കുട്ടിയുടെ ആഹ്ലാദ ആരവം കേട്ടു. ഹായ്, സത്യമാണോ ചേച്ചി ഇത്? എനിക്കറിയാമായിരുന്നു മനുവേട്ടന്റെ ചേച്ചിയോട് പ്രണയമാണെന്ന്. എനിക്കത് നേരത്തെ തോന്നിയിട്ടുണ്ട്. ഒന്ന് പോടി, പ്രണയൊന്നുമല്ല. അച്ഛൻ ദത്തെടുത്തത് കൊണ്ട് തോന്നിയതായിരിക്കും, അലീന നാണത്തോടെ പറഞ്ഞു. പക്ഷേ എനിക്ക് പേടിയാ രേവതിക്കുട്ടി. മനുവേട്ടന്റെ അമ്മയും ഇവിടുത്തെ ആന്റിയൊന്നും ഇതിന് സമ്മതിക്കില്ല. അതൊക്കെ വലിയ പ്രശ്നാവില്ല. ചേച്ചി എന്തിനാ അതൊക്കെ ഓർത്ത് പേടിക്കുന്നത്? മനുവേട്ടനും അച്ഛനും കൂടിയല്ലേ ഇത് നടത്തുന്നത്. ആരെന്ത് പറഞ്ഞാലും ചേച്ചി വിട്ടുകൊടുക്കുക. ഇത്രയും നല്ലൊരു ജീവിതം കിട്ടുമ്പോൾ ആരും അത് കളയില്ല. ആരെങ്കിലും ആ വഴിക്ക് വന്നാൽ നല്ല മറുപടി അങ്ങ് കൊടുത്തേക്കണം. രേവതിക്കുട്ടി അലീനക്ക് ധൈര്യം പകർന്നു നൽകി. ശരി മോളെ, ഞാൻ വെക്കട്ടെ, ആന്റി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അലീന പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചു. അങ്ങനെ അടുക്കളയിലെ ജനലിലൂടെ പുറത്തെ ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ കാർമേഘങ്ങൾക്കിടയിലും സൂര്യൻ ഒളിമിന്നുന്നത് അലീന കണ്ടു. തന്റെ ജീവിതത്തിലും അതുപോലൊരു വെളിച്ചം വരികയാണോ? മനുവിന്റെ രൂപം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു.
ഇനി എന്തൊക്കെ തന്നെ തടസ്സം വന്നു കഴിഞ്ഞാലും മനുവേട്ടൻ തന്റെ കൂടെ ജീവിതകാലം മുഴുവൻ തന്റെ കൂടെ ഉണ്ടാവുമെന്ന വിശ്വാസം അവൾക്ക് കരുത്തേകി. അങ്ങനെ അലീന ഒത്തിരിയധികം പ്രതീക്ഷകളോട് തന്നെ മനുവിന്റെ കൂടെയുള്ള ജീവിത സ്വപ്നം കണ്ടു നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും